ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. യേശു മരിച്ച സമയത്ത് പല വിശുദ്ധരും ഉയർപ്പിക്കപ്പെട്ടു. എന്താണ് ഈ തിരുവചനത്തിൻ്റെ അർത്ഥം? എൻ്റെ ഒരു സുഹൃത്ത്, വൈദികന്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അയച്ചു കൊടുത്തൊരു ചോദ്യമാണ്. ആ ചോദ്യം ഒരു 4 മിനിറ്റോളം ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞാനത് നിങ്ങളെ കേൾപ്പിക്കുന്നില്ല. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായം 50 മുതൽ 53 വരെയുള്ള തിരുവചനങ്ങൾ ആസ്പദമാക്കിയാണ് അദ്ദേഹത്തിൻ്റെ സംശയം. അദ്ദേഹത്തിൻ്റെ സംശയം ഞാൻ ചെറുതായിട്ട് പറയാം. അതിനു മുമ്പ് ആ തിരുവചനം നമുക്കൊന്ന് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം 27, 50, 53. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ച് പ്രാണൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ 2ആയി ചിന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ടു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർപ്പിക്കപ്പെട്ടു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. എന്തിനാണ് ഈ സംഭവം നടന്നത്? യേശുവിൻ്റെ മരണസമയത്ത് നടന്ന പല സംഭവങ്ങൾ, അതിൽ പല സംഭവങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ സംഭവങ്ങൾ നടന്നത്? 2, എന്താണ് ഇത് നമുക്ക് തരുന്ന സന്ദേശം, ഇന്ന് നമുക്ക് തരുന്ന സന്ദേശം? 3, പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം എന്തായിരിക്കാം ഈ അവർ പറഞ്ഞത്? ഈ അവർക്ക് പ്രത്യക്ഷപ്പെട്ടുവോ അവരോട് എന്താണ് പറഞ്ഞത്? ഇത് സഭയിൽ ഇങ്ങനത്തെ വല്ല രേഖകളുണ്ടോ? വിശുദ്ധ പാരമ്പര്യത്തിൽ ഉണ്ടോ? പിന്നെ സവിശേഷമായിട്ട് അവർ ഉയർപ്പിക്കപ്പെട്ടെങ്കിലും ശവകുടീരത്തിന് പുറത്തു വരുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ്. അത് യേശുവിൻ്റെ മരണസമയത്ത് ഉയർപ്പിക്കപ്പെടുന്നു, എന്നാൽ പുറത്തു വരുന്നത് യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ്. അപ്പോൾ ഈ സമയത്ത്, അതായത് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ ഞായറാഴ്ച പുലർച്ചെ വരെ അവർ എന്ത് ചെയ്യുകയായിരുന്നു? യേശു പാതാളത്തിലേക്ക് പോയതായി തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. അതാണോ ഇത്? ആരാണ് ഈ വിശുദ്ധർ? ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? എന്താണ് അവർ പറഞ്ഞിരിക്കുക? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. ഉത്തരം: യേശുവിൻ്റെ മരണത്തിൻ്റെ ഫലമായി മനുഷ്യവംശത്തിന് സംഭവിക്കുന്നത് എന്തെന്ന് വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്. യേശുവിൻ്റെ മരണത്തിൻ്റെ ഫലമായി മനുഷ്യവംശത്തിന് എന്ത് സംഭവിക്കുന്നു? തീർച്ചയായിട്ടും ഗ്രഹിക്കാനും വ്യാഖ്യാനിക്കാനും പ്രയാസമുള്ള വചനമാണിത്. ഒന്നാമത്, മത്തായി മാത്രമേ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അതേസമയം ദൃക്സാക്ഷികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 27-53 അത് സൂചിപ്പിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ദൃക്സാക്ഷികളിൽ ഒരാൾ മത്തായി ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആർക്കാണ് പ്രത്യക്ഷപ്പെട്ടത് എന്നതിന് ഒരു ഉത്തരമാണിത്. മത്തായി അടക്കമുള്ള ആളുകൾക്കാണ് ഈ വിശുദ്ധർ പ്രത്യക്ഷപ്പെട്ടിരിക്കാൻ സാധ്യത. കാരണം അങ്ങനെ ഒരു സൂചന അതിനകത്തുണ്ട്. ആരാണ് ഉയർപ്പിക്കപ്പെട്ടത്? എത്ര നാളത്തേക്ക് അവർ പ്രത്യക്ഷപ്പെട്ടു? ഏതുതരം ശരീരത്തോടെ? ഇക്കാര്യങ്ങളൊന്നും അവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഈ ചില വേദശാസ്ത്രികൾ പറയുന്ന ഒരു വ്യാഖ്യാനം നമുക്ക് സ്വീകാര്യമല്ലാത്തൊരു വ്യാഖ്യാനം ഉണ്ട്. അതായത് യേശുവിൻ്റെ വിടവാങ്ങൽ സമയത്ത് ഭൂമികുലുക്കമുണ്ടായി. അപ്പോൾ കബറിടങ്ങളുടെ അടപ്പുകൾ തെന്നി നീങ്ങിയതിനെ ഇങ്ങനെ ഐതിഹ്യവൽക്കരിച്ച് പറഞ്ഞൊരു കഥയാണിത് എന്ന് ആണ് അവർ വ്യാഖ്യാനിക്കുന്നത്. ആ വ്യാഖ്യാനം ശരിയല്ല. കാരണം ഇതിൻ്റെ ചരിത്ര വസ്തുത നിഷേധിക്കേണ്ട ഒരു കാര്യമില്ല. മത്തായി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവിക്കാത്തൊരു കാര്യം മത്തായി രേഖപ്പെടുത്തേണ്ട കാര്യമില്ല. മാത്രമല്ല, ദൃക്സാക്ഷികളുണ്ടെന്ന് തന്നെ മത്തായി തന്നെ പറഞ്ഞിരിക്കുന്നു. പലർക്കും പ്രത്യക്ഷപ്പെട്ടു. അപ്പം അതിനാൽ ഇതിൻ്റെ ചരിത്രത്തിൽ ഇത് സംഭവിച്ചിരിക്കാൻ സാധ്യതയില്ല, ഇതൊരു കഥയാണ് എന്നെല്ലാം പറഞ്ഞ് തള്ളിക്കളയാൻ പാടില്ല. അങ്ങനെ ചിലർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓർക്കേണ്ടത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദിജാതനായി ഉയർത്തെഴുന്നേറ്റത് യേശുവാണ്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദിജാതനായി ഉയർന്നേറ്റത് യേശുവാണ്. കൊളോസ്യ ലേഖനം 1:18. അതിനാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം നാം മനസ്സിരുത്തി തന്നെ വായിക്കണം. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർപ്പിക്കപ്പെട്ടു. അവൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളിൽ നിന്ന് പുറത്തു വന്ന് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷപ്പെട്ടു. നോക്കൂ, യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷമാണ് ഉയർപ്പിക്കപ്പെട്ടവർ പുറത്തു വന്ന് പലർക്കും പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം എന്താണ് ഈ യേശുവിൻ്റെ മരണസമയത്ത് അവർ ഉയർപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നത്?
വിശുദ്ധ പത്രോസ് നമ്മളോട് ഇങ്ങനെ അറിയിക്കുന്നു. വിശുദ്ധ പത്രോസ് ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും, യേശു ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും എന്നാൽ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു. 1 പത്രോസ് 3:18. അവൻ ചെന്ന് തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. 1 പത്രോസ് 3:19. കാരണം മരിച്ചവരോടും സുവിശേഷം പ്രസംഗിക്കണമായിരുന്നു. 1 പത്രോസ് 4:6. അപ്പൊ യേശു മരിച്ചു. ആ സമയത്ത് അവൻ മരിച്ചവരുടെ താവളത്തിലേക്ക് പോകുന്നു, മരിച്ചവരോടും സുവിശേഷം പ്രസംഗിക്കുന്നു. ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്ത യേശു തടവിലുള്ള ആത്മാക്കളുടെ അടുത്ത് ചെന്ന് മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ചു. പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരുമാണ് ഇങ്ങനെ ഉയർപ്പിക്കപ്പെട്ടതെന്നാണ് നാം മനസ്സിലാക്കുന്നത്. നിക്കോദെമസിന്റെ സുവിശേഷം എന്ന് പറഞ്ഞൊരു അപ്രാമാണിക ഗ്രന്ഥമുണ്ട്. പീലാത്തോസിന്റെ നടപടികൾ എന്നും ആക്ട്സ് ഓഫ് പൈലറ്റ് എന്നും അതിന് വിളിക്കും. അപ്രാമാണികമാണ്. എങ്കിലും ആ പ്രാമാണിക ഗ്രന്ഥങ്ങളിലെല്ലാം ചെറിയ അവിടെ ഇവിടെയൊക്കെ ചില സത്യങ്ങളുടെ രശ്മികളുണ്ട്. അതിലും ഇങ്ങനൊരു സൂചനയുണ്ട്. അതായത് പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാര്, പ്രവാചകന്മാര്, അവര് രക്ഷകന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അവരുടെ അടുത്തേക്കാണ് യേശു ഉത്ഥാനം ചെയ്ത് ഈ മരിക്കുന്ന സമയത്ത് ചെല്ലുന്നതും മരിച്ചവരോട് സുവിശേഷം പ്രസംഗിക്കുന്നതും. അങ്ങനെയെങ്കിൽ ഈ കത്തോലിക്ക സഭയുടെ ഒരു പ്രബോധനം നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 633. കർത്താവായ ക്രിസ്തു നരകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ വിടുതൽ നൽകിയത് അബ്രഹാമിന്റെ മടിയിലിരുന്ന് തങ്ങൾ രക്ഷകനെ നോക്കി പാർത്തിരുന്ന വിശുദ്ധാത്മാക്കളെയാണ്. അപ്പൊ യേശു മരിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? തന്റെ ദൈവിക ആളിനോട് ഐക്യത പ്രാപിച്ചിരുന്ന തന്റെ മാനുഷിക ആത്മാവിൽ ക്രിസ്തു മരിച്ചവരുടെ മേഖലയിലേക്ക് പോയി തനിക്ക് മുമ്പേ പോയവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം തുറന്നു കൊടുക്കുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 637. അവരോട് കൂടിയാണ് യേശു കബറിടത്തിൽ നിന്ന് പുറത്തു വരുന്നത്, ഉയർപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് ഇല്ലേ പോകുന്നത്. ഇതിനെല്ലാം ലിറ്റർജിയിൽ വളരെ മനോഹരമായിട്ട് ആവിഷ്കരിക്കുന്നുണ്ട് സീറോ മലബാർ സഭയിൽ. ഈ സീറോ മലബാർ സഭയിൽ ആദ്യത്തെ വിരി തുറക്കല് നടക്കുമ്പോൾ സർവാധിപനം കർത്താവ് എന്നൊരു പാട്ട് പാടുന്നുണ്ട്. അത് യേശു ഇങ്ങനെ മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അബ്രഹാമിന്റെയും മറ്റു നേതൃത്വത്തില് അവര് യേശുവിനെ സ്തുതിച്ചുകൊണ്ട് പാടിയ പാട്ടാണ് എന്നാണ് സങ്കല്പം. അപ്പോൾ സ്വർഗത്തിന്റെ വിരി തുറക്കപ്പെടുന്നു. അതിനു മുൻപ് ഈ സർവാധിപനം കർത്താവ് എന്നുള്ള പാട്ട് പാടി അവർ കർത്താവിനെ സ്തുതിക്കുന്നു എന്നൊരു ഒരു 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 സങ്കല്പം വെച്ചിട്ടാണ് ആ മനോഹരമായി ലിറ്റർജി ആവിഷ്കരിക്കുന്നത്. ബെനഡിക്ട് 16 മാർപ്പാപ്പ ഇതേക്കുറിച്ചൊരു മനോഹരമായി വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ക്രിസ്തുധർമ്മ പ്രവേശിക എന്ന പുസ്തകത്തില് ആളൊരു ബിബ്ലിയ അക്കാദമിയിൽ ആ പുസ്തകം കിട്ടും. ഞാനത് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ക്രിസ്തുധർമ്മ പ്രവേശിക, ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്ത്യാനിറ്റി. അതിൻ്റെ 389 മുതൽ 391 വരെയുള്ള പുറങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ രത്നച്ചുരുക്കൊന്ന് വായിക്കാം. സ്നേഹത്തിന് കടന്നു ചെല്ലാൻ കഴിയാത്ത സമ്പൂർണമായ ഏകാന്തതയുണ്ട്. ആരുടെയും ശബ്ദമെത്താത്ത ഒരു രാത്രി നിലനിൽക്കുന്നുണ്ട്. നമുക്ക് തനിയെ മാത്രം കടക്കാവുന്ന ഒരു വാതിലുണ്ട്, മരണത്തിന്റെ കവാടം. ഈ ഏകാന്തതയുടെ ഉത്കട ഭീതിയാണ് ലോകത്തിലെ സകല ഭയങ്ങൾക്കും കാരണം. ഇക്കാരണത്താൽ പഴയ നിയമത്തിൽ മരണത്തിനും നരകത്തിനും ഒറ്റ വാക്കേയുള്ളൂ, ഷിയോൾ. ഗ്രീക്കില് ഹാദസ്, ഇംഗ്ലീഷിൽ ഹെയ്ഡ്സ് എന്ന് പറയും. മരണമെന്നും നരകമെന്നും അർത്ഥങ്ങളുണ്ട് ഇതിന്. അടിസ്ഥാനപരമായി രണ്ടും ഒന്ന് തന്നെ. അനന്തമായ ഏകാന്തതയാണ് മരണം. സ്നേഹത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത ഏകാന്തതയാണ് നരകം. ഞാൻ ആ വാക്കുകളൊന്ന് ആവർത്തിക്കുക. അനന്തമായ ഏകാന്തതയാണ് മരണം. സ്നേഹത്തിന് പ്രവേശിക്കാൻ പറ്റാത്ത ഏകാന്തതയാണ് നരകം. യേശു നരകത്തിലേക്ക് ഇറങ്ങി
മരണത്തിലേക്ക് ഇറങ്ങി. നമ്മുടെ അവസാന ഏകാന്തതയിലൂടെ യേശു കടന്നുപോയി. ഉപേക്ഷിക്കപ്പെട്ട നമ്മുടെ അവസ്ഥയുടെ അത്യഗാധതയിലേക്ക് തന്റെ പീഡാനുഭവത്തിലൂടെ മരണത്തിലൂടെ യേശു കടന്നുപോയി. ഒരു ശബ്ദവും പ്രവേശിക്കാത്ത ഇടത്തില് ഇതാ അവൻ. അങ്ങനെ നരകത്തെ അവൻ കീഴ്പ്പെടുത്തുകയാണ്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, മുൻപ് നരകമായിരുന്ന മരണത്തെ അവൻ കീഴടക്കി. ഇനി മരണം നരകമല്ല. മരണം ഇനി മുമ്പത്തെ പോലെയല്ല. മരണത്തിന്റെ നടുക്ക് ഇപ്പോൾ ജീവനുണ്ട്. മരണത്തിന്റെ നടുക്ക് ഇപ്പോൾ ജീവനുണ്ട്. കാരണം അതിനുള്ളിൽ സ്നേഹം വസിക്കുന്നു. ഇനി മുതൽ മനഃപൂർവമായ സ്വയം വലയതവസ്ഥയാണ് സെൽഫ് എൻക്ലോഷർ. അത് മാത്രമാണ്, അതായത് സ്വയം അടച്ചുകെട്ടുന്ന അവസ്ഥ മാത്രമാണ് നരകം. ബൈബിൾ അതിനെ രണ്ടാമത്തെ മരണം എന്ന് വിളിക്കുന്നു. വെളിപാടിന്റെ പുസ്തകം 20:14. മരണം തണുത്തു വിറങ്ങലിച്ച ഏകാന്തതയിലേക്കുള്ള പാതയല്ല. യേശു അതിലേക്ക് ഇറങ്ങിയതോടെ ഇനി അത് നമ്മൾ മുമ്പ് വിചാരിച്ചിരുന്ന പോലെ തണുത്തു വിറങ്ങലിച്ച ഏകാന്തതയിലേക്കുള്ള പാതയല്ല. കാരണം ഷിയോളിന്റെ, മരണത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു. മരിച്ചവരിലേക്ക് മാർഗമുണ്ടാക്കുക എന്നും മരണത്തിന്റെ കവാടം തുറക്കുക എന്നും കേൾക്കുമ്പോൾ നാം പുരാണോ മിത്തോളജിയോ മിത്തോ ഒന്നും അല്ല ചിന്തിക്കുന്നത്. വിശ്വാസ പ്രമാണമാണ്. യേശു നരകത്തിലേക്ക് ഇറങ്ങി, യേശു മരണത്തിലേക്ക് ഇറങ്ങി, കബറിടത്തിലേക്ക് ഇറങ്ങി. മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്നതും പ്രത്യക്ഷത്തിൽ മിത്തിക്കൽ ഗണ്ഡികെന്ന് തോന്നിക്കുന്നതുമായ ആ രംഗത്തിന്റെ അർത്ഥപ്പൊരുളുകൾ നമുക്കിപ്പോൾ സുഗ്രാഹ്യമാകുന്നു. യേശുവിന്റെ മരണത്തിന്റെ മണിക്കൂറിൽ സംഭവിച്ചത് ഇതാണ്. നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശവകുടീരങ്ങൾ തുറക്കപ്പെട്ടു. അവരുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു. മരണത്തിനുള്ളിൽ ജീവനും സ്നേഹവും വസിക്കുന്നതിനാൽ മരണ കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുന്നു. ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. മരണത്തിനുള്ളിൽ ജീവനും സ്നേഹവും വസിക്കുന്നതിനാൽ മരണ കവാടങ്ങൾ തുറക്കപ്പെട്ട് കിടക്കുന്നു. അപ്പൊ യേശു മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കാത്തിരുന്ന ആ വിശുദ്ധന്മാർ ഉയർപ്പിക്കപ്പെട്ടു. അവരുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആ സുവിശേഷ പ്രഘോഷണത്തിലൂടെയാണ് അവർ ഉയർപ്പിക്കപ്പെടുന്നത്. അതാണ് ആ ഉയർപ്പിക്കപ്പെടൽ എന്ന് പറയുന്നത്. അതാണ് യേശു നരകത്തില് മരണത്തില് ആയിരിക്കുന്ന സമയത്ത് അവിടെ ഈ കർത്താവിനെ കാത്തിരിക്കുന്നവരുണ്ട്. നിത്യമായ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ വേറെ, കാത്തിരിക്കുന്നവരുണ്ട്. ഈ കാത്തിരിക്കുന്നവര് അവര് കർത്താവിന്റെ സുവിശേഷ പ്രഘോഷണത്താൽ ഉയർപ്പിക്കപ്പെടുകയാണ്. അതാണ് കാണിച്ചിരിക്കുന്നത്. യേശു മരണത്തിലേക്ക് ഇറങ്ങി, നരകത്തിലേക്ക് ഇറങ്ങി, നമ്മുടെ അവിടെ ഏറ്റവും അവസാനത്തെ ഏകാന്തതയിലേക്ക് ഇറങ്ങി. അവിടെ ജീവനും സ്നേഹവും അവൻ അവിടെ വെച്ചു. അതിനാൽ ഈ തന്നെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാര്, ഞാൻ പറഞ്ഞു കഴിഞ്ഞ പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും വിശുദ്ധന്മാരെ ജീവിച്ചവര്, അവര് കർത്താവിന് സുവിശേഷ പ്രഘോഷണത്താൽ ഉയർപ്പിക്കപ്പെട്ടു. അവരോടുകൂടെയാണ് യേശു ഈ കബറിടത്തിൽ നിന്നും പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് യേശുവിന്റെ പുനരുത്ഥാനത്തിന് ശേഷമേ പ്രത്യക്ഷപ്പെടാൻ കഴിയൂ. യേശു നരകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, അവരുടെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ അവര് സുവിശേഷ പ്രഘോഷണം കേട്ട് ഉയർപ്പിക്കപ്പെട്ടു. അവരോടുകൂടിയാണ് യേശു ഉത്ഥാനം ചെയ്യുന്നത്. നീ എന്നോടുകൂടെ പർദീസയിലായിരിക്കുമെന്ന് നല്ല കള്ളനോട് പറഞ്ഞു, ഇല്ലേ? നീ ഇന്ന് പർദീസയിലായിരിക്കും. അവനും കുട്ടിയാണല്ലോ പോയത് പർദീസയിലേക്ക്. അവരുടെ കൂട്ടത്തിൽ ഈ വിശുദ്ധന്മാരും ഉണ്ടായിരുന്നു എന്നാണ് ഈ തിരുവചനം പറയുന്നത്. അവര് പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അതിന്റെ വിശദാംശങ്ങൾ നമുക്കറിയില്ല. എന്താണ് പറഞ്ഞതെന്നുള്ള കാര്യം അത് പ്രസക്തമേ അല്ല. കാരണം എന്താണ്? യേശുവിന്റെ മരണവും ഉത്ഥാനവും വഴി മനുഷ്യവംശത്തിന് മുഴുവൻ പുതിയ ജനസിലുള്ള ജീവൻ കിട്ടിയിരിക്കുന്നു. തിരുവുത്ഥാനത്തിന്റെ അതായത് മരണത്തിന്റെ കവാടം തുറന്ന് തിരുവുത്ഥാനത്തേക്ക് പ്രവേശിക്കാനുള്ള ആ സാധ്യത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവർ ഉയർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. അവര് പ്രത്യക്ഷപ്പെടുമ്പോൾ തന്നെ അതന്യ സന്ദേശം. എന്താണ് സന്ദേശം? ഞങ്ങൾ ഉയർപ്പിക്കപ്പെട്ടു.
അതായത് യേശു ഞങ്ങളെ ഉയർപ്പിച്ചു. അതാണ് സന്ദേശം. അപ്പൊ യേശുവിന്റെ മരണത്തോടെയും ഉത്ഥാനത്തോടെയും എന്താണ് മനുഷ്യർക്ക് സംഭവിക്കുന്നത്, വിശുദ്ധരായി ജീവിക്കുന്നവർക്ക് സംഭവിക്കുക എന്താണെന്ന് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് ഈ സംഭവം. അതുകൊണ്ട് ഇത് പുരാണോ ഐതിഹ്യമോ ഒന്നുമല്ല, സത്യമായ സംഗതിയാണ്. മാത്രമല്ല, നമ്മുടെ ഇടയിൽ ചിലർ പഠിപ്പിക്കുന്നത് പോലെ അന്തിമ വിധി വരെ നിദ്ര പ്രാപിച്ചവർക്ക് ഉറങ്ങാണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഈ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, വിശുദ്ധർക്കൊന്നും മധ്യസ്ഥ ശക്തിയില്ല, അവരൊക്കെ ഈ ലോകാവസാനം വരെ ഉറക്കമാണ്, നിദ്രയാണ് എന്ന് പറയുന്ന സംഗതികളൊന്നും തന്നെ സത്യമല്ലെന്ന് കൂടി തെളിയിക്കുകയാണ് ഈ തിരുവചനം. ഞാൻ പറഞ്ഞു, ഗ്രഹിക്കാൻ പ്രയാസമുള്ള സംഗതിയാണ്, വ്യാഖ്യാനിക്കാൻ പ്രയാസമുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല. എന്താണ്? യേശു മരിച്ചവരുടെ താവളത്തിലേക്ക് ഇറങ്ങി, അതിനെയാണ് പാതാളത്തിലേക്ക് ഇറങ്ങി നരകത്തിലേക്ക് എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ അർത്ഥം. മറ്റു അർത്ഥങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മരിച്ചവരോട് സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ തന്നെ കാത്തിരിക്കുന്നവരായ വിശുദ്ധന്മാര്, പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരും വിശുദ്ധന്മാരും ഉയർപ്പിക്കപ്പെട്ടു. യേശു കബറിനടുത്ത് പുറത്തു വരുമ്പോൾ അവരും പുറത്തു വന്നു. അങ്ങനെ അവര് ചിലർക്കെല്ലാം പ്രത്യക്ഷപ്പെട്ടു. അതിലൊരാൾ ആയിരിക്കണം മത്തായി. കാരണം അത്ര കൃത്യമായിട്ടാണ് മത്തായി അത് എഴുതിയിരിക്കുന്നത്. ദൃക്സാക്ഷി വിവരണമാണ്. യേശുവിന്റെ മരണവും ഉത്ഥാനവും മനുഷ്യർക്ക് കൊണ്ടുവരുന്ന വലിയ യാഥാർത്ഥ്യം, സത്യം വളരെ വ്യക്തമായിട്ട് ആവിഷ്കരിക്കുകയും സംഭവിച്ച കാര്യം അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുകയുമാണ് ഇതില്. അങ്ങനെ നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഏകാന്തത്തിലേക്ക് കർത്താവ് പോയി. ഞാൻ പല പ്രാവശ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കുക. നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ മരിക്കുകയാണ്, നമ്മൾ നരകത്തിലേക്ക് പതിക്കുകയാണ്. അവൻ നല്ല ഇടയനാണ്, ഈ നഷ്ടപ്പെട്ട ആടുകളെ, ആത്മാക്കളെ കണ്ടെത്തുന്ന നല്ല ഇടയൻ. നമ്മൾ പാപം ചെയ്യുമ്പോൾ മരിക്കുകയാണ്, നരകത്തിലേക്ക് വീഴുകയാണ്. അപ്പൊ നമ്മളിപ്പോൾ എവിടെ കിടക്കുന്നത്? നരകത്തിലാണ്. അവൻ അവിടേക്ക് ഇറങ്ങുന്നു, എന്നിട്ട് നമ്മെ അവന്റെ തോളിൽ എടുത്തു വെക്കുന്നു, എന്നിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നു. ഇതാണ് ഇപ്പൊ മാമോദീസയിലും കൂദാശകളിൽ നടക്കുന്നത്. അത് ആത്യന്തികമായിട്ട് ഈ നമ്മൾ മരിച്ചതിന് ശേഷം സംഭവിക്കാനുള്ള സംഗതി തന്നെയാണ്. അതിനാൽ ഈ സംഭവം യേശുവിന്റെ മരണസമയത്ത് നടന്നെന്ന് പറയുന്ന സംഗതി യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. അതിന്റെ അർത്ഥമാണ് നമ്മൾ ഈ പറഞ്ഞത്. വളരെ മനോഹരമായിട്ട് ബെനഡിക്ട് മാർപ്പാപ്പ അതിന് ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് മിക്കവരും എല്ലാത്തിനും തന്നെ ഉത്തരം ഞാൻ നൽകിയെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ 2, 3, 4 പ്രാവശ്യം ഒന്ന് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കുറെ കൂടി വ്യക്തമാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകം വായിക്കാം, ക്രിസ്തു ധർമ്മ പ്രവേശിക എന്ന പുസ്തകം വായിക്കാം. ഇച്ചിരി കട്ടിയായ പുസ്തകമാണ്, എങ്കിലും പല പ്രാവശ്യം വായിച്ച് അതിൻ്റെ ആന്തരാർത്ഥങ്ങളിലേക്ക് പ്രവേശിക്കുക. അങ്ങനെ ഒരു കാര്യം വളരെ സന്തോഷത്തോടെ നമുക്ക് അങ്ങനെ പറയാം, യേശുവിൻ്റെ മരണത്തോടെയും ഉത്ഥാനത്തോടെയും ലോകം മാറിയിരിക്കുന്നു. നമുക്ക് തോന്നും പണ്ട് ഇപ്പോഴൊക്കെ ഒരുപോലെയാണെന്ന്. അല്ല, ഒരുപോലെ അല്ല, മാറ്റം വന്നു കഴിഞ്ഞു. നമുക്കത് ഇപ്പം വളരെ വലിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ചെറിയ മാറ്റങ്ങളിലാണ് കാണുക. ഇപ്പം നമ്മുടെ ജനനം തന്നെ നോക്കുക, ഒരു ഏക കോശം, ഒരു 46 ക്രോമസോമുള്ള, നമുക്കത് കാണാൻ പറ്റുമോ? നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റുമോ? ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഞാനുണ്ടായത് ഒരു കോശത്തിൽ നിന്ന് നമുക്കത് കാണാൻ പറ്റില്ല. അത്രയും ചെറിയൊരു സംഗതിയായിരുന്നു. അത് എങ്ങനെയൊക്കെ സംഭവിച്ച് നമുക്കറിയാൻ പറ്റും. അമ്മയുടെ ഗർഭപാത്രത്തിൽ എങ്ങനെയൊക്കെയാണ് രൂപപ്പെട്ടത് നമുക്ക് പറയാൻ പറ്റും? അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ മഹാരഹസ്യമാണ്. ഇത് നമ്മളായിരിക്കുന്ന ഓരോ വ്യക്തിയും മഹാരഹസ്യമാണ്. അപ്പം അങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞാൽ നമുക്കിതും മനസ്സിലാക്കാം. അതായത് മാറ്റം വന്നു കഴിഞ്ഞു. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ അത് മനസ്സിലാക്കുന്നത് നമ്മൾ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുന്നതാണ് അതിൻ്റെ ശരിയായ ദൃശ്യം, ശരിയായ ദർശനം നമുക്കുണ്ടാകുക. അതുവരെ നമുക്ക് ഈ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ, തിരുവചനങ്ങളുടെ കണ്ണിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ. അങ്ങനെ വേണ്ടു, അത് സംഭവിച്ചിരിക്കുന്നു.